അങ്ങനെ 6ാം ക്ലാസ്സിൽ ഞാൻ തീരുമാനിക്കുന്നു നാസയിൽ സ്പേസ് എഞ്ചിനീയർ ആവുക. പക്ഷെ മേടിച്ച പുസ്തകങ്ങളുടെ മൊത്തം തുകയുണ്ടായിരുന്നെങ്കിൽ എറണാകുളത്ത് എങ്ങനെയാണെങ്കിലും ഒരു 10 സെൻറ്റ് സ്ഥലവും കുഴപ്പമില്ലാത്തൊരു ലാവണവും ഒക്കെ. ഈ പടം എഴുതാനായിട്ട് എന്നെ വിളിക്കുന്നതിൻ്റെ ഏക മാനദണ്ഡമെന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയിലെ കൊട്ടാരൻ ലോഡ്ജ് എന്ന് പറയുന്ന മൂട്ടക്കട്ടലിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോയി ഈ PA ആഷിഖിൻ്റെ മാഗസിനിൽ വാടകയ്ക്ക് എഴുതിയത് മാത്രമാണ് PA ആഷിഖിൻ്റെ ജന്മത്തിൽ എന്തെങ്കിലും എഴുതിയതായിട്ടുള്ളത് വായിച്ചത്. ഓരോരുത്തരും വായിക്കുന്നത് അവനവൻ്റെ വായനയാണ്, ഓരോരുത്തരും എഴുതുന്നത് അവനവൻ്റെ ജീവിതമാണ്, അവനവൻ്റെ ഭാവനയാണ്. നമസ്കാരം. നമുക്ക് ഈ ടൈമിൻ്റെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ പണ്ടേ. ഇവിടെ മറ്റേ ടൈം തീരുമ്പോൾ ഇറക്കി വിടുന്ന ഒരു പരിപാടി അതുണ്ടോ അവിടെ? തെളിയുമോ? അല്ല, അത് നോക്കി സംസാരിക്കാമല്ലോ എന്ന് കണ്ടിട്ടാണ്. ഒന്നാമത്തെ കാര്യം, ഈ ഞാൻ എന്ന് പറയുന്ന ഒരു സംഗതി ഭയങ്കര പ്രശ്നമാണ്. ഇതിൻ്റെ വിഷയം തന്നെ എൻ്റെ വായന ജീവിതം, എൻ്റെ എഴുത്ത് ജീവിതം എന്നുള്ളതാണ്. അതിനകത്തുനിന്ന് ഞാനെന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ ഇറക്കി വിടാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരപകടം. അപ്പോൾ ആ സമയം ഒന്ന് കത്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം നോക്കിയിട്ട് നമുക്ക് സംസാരിക്കാമല്ലോ. സദസ്സിനും സംസാരിക്കാനൊക്കെയുള്ള 30 മിനിറ്റാണ് നമ്മുടെ സമയം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആരും സംസാരിക്കുമെന്ന് തോന്നുന്നില്ലേ? എത്രയും പെട്ടെന്ന് ഇറങ്ങി പോകാമല്ലോ എന്ന് പറയുന്നൊരു ആഗ്രഹം കൂടി അതിനകത്തുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ എന്നെപ്പറ്റി സംസാരിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രമാണ്. KG ശങ്കരപ്പിള്ളയുടെ ഒരു കവിതയുണ്ട്, ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ. അത് ഓടിത്തുടങ്ങി സമാധാനം. അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ. നമുക്ക് നമ്മളെപ്പറ്റിയുള്ള ഇഷ്ടം കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. എൻ്റെ എഴുത്ത്, എൻ്റെ വായന എന്ന് പറയുന്ന ഒരു സംഗതിയെപ്പറ്റി പറയുമ്പോൾ ഈ ഞാൻ എന്ന് പറയുന്ന ഫാക്ടറിനെ പാറ്റിക്കൊഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം. അല്ലെങ്കിൽ തന്നെ ഞാൻ നിറഞ്ഞു നിൽക്കുന്ന ഒന്ന് തന്നെയാണ് എല്ലാവരുടെയും എഴുത്ത് ജീവിതം, എല്ലാവരുടെയും വായന ജീവിതം. കാരണം ഓരോരുത്തരും വായിക്കുന്നത് അവനവൻ്റെ വായനയാണ്, ഓരോരുത്തരും എഴുതുന്നത് അവനവൻ്റെ ജീവിതമാണ്, അവനവൻ്റെ ഭാവനയാണ്. ഇതെങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നത്? ഇതൊരു സോക്കോൾഡ് പ്രഭാഷണം എന്നുള്ള നിലയിലേക്ക് വളർത്താൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വളരെ ശുഷ്കമായിട്ടുള്ള, കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ വളരെ ശുഷ്കമായിട്ടുള്ള ഒരു വേദിയാണ് ഇതെന്ന് പറയാതിരിക്കാൻ തരമില്ല. പക്ഷേ ഇതിൽ ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ പോലും അയാൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. പണ്ട് മാണി മാധവ ചാക്യാർ കൂത്തമ്പലത്തിൽ ഒരു ആട്ടവിളക്കിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആടിക്കൊണ്ടേയിരിക്കുകയാണ് വിസ്തരിച്ച്. അപ്പോൾ ഒരു സായിപ്പ് മാത്രമുണ്ട് കാണാൻ. സായിപ്പിനകത്ത് കയറാൻ പറ്റുകയില്ല, നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ട്. കുത്തഴിക്ക് മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹം കാണുകയാണ്. അപ്പോൾ രാവണോദ്ഭവം ആടിത്തീർക്കുന്നു. അവസാനം ഈ സായിപ്പ് വയ്ക്കുന്നു, ആർക്ക് വേണ്ടിയാണ് ഇത് ആടിയത്? ആട്ടവിളക്കുണ്ടല്ലോ എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി. അതുകൊണ്ട് കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അപ്പോൾ ഈ വായന എങ്ങനെ തുടങ്ങി, എഴുത്തെങ്ങനെ തുടങ്ങി എന്നൊക്കെയുള്ളത് പറയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, ഒരുപാട് എഴുത്തുകാരെ വായിച്ചിട്ടുള്ളൊരു പ്രബുദ്ധമായിട്ടുള്ള സദസ്സാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൽ MD വാസുദേവൻ നായരുടെ എഴുത്ത് ജീവിതമോ വായന ജീവിതമോ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഏണസ്റ്റ് ഹെമിംഗ്വേയുമല്ല, ഞാനൊരു ബിപിൻ ചന്ദ്രനാണ്. അപ്പോൾ ബിപിൻ ചന്ദ്രൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എൻ്റെ വായന എങ്ങനെ ഡെവലപ്പ് ചെയ്തു, എൻ്റെ എഴുത്ത് ജീവിതം എങ്ങനെ വികസിച്ചു വന്നു എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഇതിൻ്റെ ഒരു ഒന്നാമത്തെ ഇൻസ്റ്റൻസ് എനിക്ക് പറയാനുള്ളത്, പെട്ടെന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഭൂതോദയം പോലെ ഒരു വാചകം എൻ്റെ ചെവിയിൽ വന്നടിക്കുന്നു. ഞാൻ സ്കൂൾ അസംബ്ലിയിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ അസംബ്ലിയിൽ നിൽക്കുമ്പോൾ വലിയ ഒച്ചയിൽ, വലിയ ബഹളത്തിൽ ഒരു ശബ്ദഘോഷം നമ്മുടെ ചെവിയിൽ വന്നടിക്കുന്നു. ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെൻ, lend me your ears. I come to bury Caesar, not to praise him. The evil that men do lives after them. The good is of India with the bones. എന്ന് പറയുന്ന ഒരു ശബ്ദഘോഷം എൻ്റെ ചെവിയിൽ വന്നു. ഞാനിങ്ങനെ വായും പൊളിച്ച് ഇത് എന്താണ് പറയുന്നതെന്ന് നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ അമ്പരന്ന് നിന്നു. ഒരു 10ാം ക്ലാസ്സുകാരനാണ് ഇത് പറയുന്നത്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഞാൻ അമ്പരന്നത്
ഈ ചൂട് ചേമ്പ് വായിലിട്ടാൽ പോലും ഹാഷ് പൂഷ് എന്നുള്ള ഒച്ച വരുമെന്നുള്ളതല്ലാതെ എനിക്ക് ഇത്രയും ഇംഗ്ലീഷ് പറയാനായിട്ട് അറിയില്ല. ഇതെവിടെ നിന്നാണ് ഈ ഇംഗ്ലീഷ് വരുന്നത് എന്നുള്ളതാണ് ഞാൻ നോക്കിയത്. കാരണം ഈ ഇംഗ്ലീഷ് നിർഘോഷം നടത്തിയ ആ ആൾ രാവിലെ എൻ്റെ കൂടെ പുട്ടും പഴവും കഴിച്ച് ഒരുമിച്ച് ഒരു പ്ലേറ്റിൽ നിന്ന് കഴിച്ച ആളായിരുന്നു. അത് നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ എൻ്റെ ചേട്ടൻ ബൈജു ചന്ദ്രൻ എന്ന് പറയുന്ന ആളായിരുന്നു. ഞാൻ അപകർഷതയിൽ ആറാടി നിന്നു. പക്ഷെ അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ചില ശബ്ദങ്ങൾക്ക്, ചില വാക്കുകൾക്ക് ചില മാറ്റങ്ങൾ, ചില മാന്ത്രികതകൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറയുന്നൊരു പാഠം അന്ന് ഞാൻ പഠിച്ചു. പക്ഷേ എനിക്ക് ഇത് ആവർത്തിക്കാനോ അനുവർത്തിക്കാനോ ഒന്നുമുള്ള ശേഷിയില്ല. അപ്പോൾ ചേട്ടൻ വേദിയിൽ നിന്നിട്ട് ഇത്തരത്തിലുള്ള ചില പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് അപകർഷതയിൽ മുങ്ങി നിൽക്കുക എന്നുള്ളതല്ലാതെ യാതൊരു പരിപാടിയുമില്ല. എഴുത്തുമായിട്ടോ വായനയുമായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ലാത്തൊരു ഫാമിലിയിൽ ജനിച്ച് വളർന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ചേട്ടനെ എങ്ങനെയെങ്കിലുമൊക്കെ അതിവർത്തിക്കണമല്ലോ എന്ന് പറയുന്ന ആഗ്രഹത്തിൽ പഠിച്ച് മുന്നേറാം എന്ന് പറയുന്ന, അതിന് ഒരു സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യേണ്ട കാര്യമില്ല, വാക്കുകളെ വരുതിക്കാക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല. അങ്ങനെ 6ാം ക്ലാസ്സിൽ ഞാൻ തീരുമാനിക്കുന്നു നാസയിൽ സ്പേസ് എഞ്ചിനീയർ ആവുക എന്നുള്ളതാണ്. വളരെ ലളിതമായിട്ടുള്ളൊരു സ്വപ്നം. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണക്ക് സാർ വന്നിട്ട് ബോർഡിൽ ഒരു സംഗതി എഴുതിയിടുന്നു: 2 പാരലൽ ലൈൻസ് ഇൻ്റർസെക്റ്റ് അറ്റ് ഇൻഫിനിറ്റി. 2 സമാന്തര രേഖകൾ അനന്തതയിൽ കൂട്ടിമുട്ടുന്നു. അപ്പോൾ നാസയിൽ പോകാനായിട്ടുള്ള സാറേ നാസയിൽ പോകാനുള്ള ഒരാഗ്രഹവുമായിട്ട് നിൽക്കുന്ന ഞാൻ ന്യായമായിട്ട് സംശയങ്ങൾ ചോദിക്കണമല്ലോ. അങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ സംശയം ചോദിച്ചു, കണക്ക് സാറിനോട് ചോദിച്ചു, ഈ 2 സമാന്തര രേഖകൾ അനന്തതയിൽ കൂട്ടിമുട്ടണമെങ്കിൽ അതിനൊരു ലോജിക്ക് ഉണ്ടാകണമല്ലോ, അതിനൊരു യുക്തി ഉണ്ടാകണം. ഈ യൂക്ലിഡ് എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ അനന്തതയിൽ പോയി നിന്നിട്ടാണോ ഇത് രണ്ടും കൂട്ടിമുട്ടുന്നത് കണ്ടത് എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചു. 1ാമത് ചോദിച്ചു, പുള്ളി മൈൻഡ് ചെയ്തില്ല. 2ാമത് ചോദിച്ചു, എൻ്റെ അമ്മയ്ക്കും മുത്തിക്കും പുള്ളി തെറി പറഞ്ഞു. ഞാൻ നിക്കറിൽ മൂത്രമൊഴിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പോയി. അന്ന് അതൊരു മിക്സഡ് സ്കൂളല്ലായിരുന്നു. അന്ന് അതൊരു സഹവിദ്യാഭ്യാസമുള്ള സ്കൂളായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അന്ന് വൈകുന്നേരം ഞാൻ ആത്മഹത്യ ചെയ്തേനെ. അന്ന് വൈകുന്നേരം ഞാൻ ഉറപ്പിച്ചു, കണക്ക് സാർ ഈസിക്വൽ ടു കാലമാടൻ, കണക്ക് ഈസിക്വൽ ടു വർഗശത്രു എന്ന് പറയുന്ന സമവാക്യം ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ കണക്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ പിന്നാക്കം പോരാൻ തുടങ്ങി. അപ്പോൾ ചേട്ടൻ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ചേട്ടൻ ആകെപ്പാടെ അറിയാത്ത വിഷയം മലയാളം. ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞ് മലയാളത്തിനോട് കൂട്ടുകൂടി തുടങ്ങിയതാണ്. ചേട്ടൻ അറിയാത്ത കുറേ പരിപാടികൾ അതിനകത്തുണ്ട്. അപ്പോൾ ചേട്ടൻ അന്ന് സബ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ മത്സരിക്കുന്ന ഒരാളും ദൈവത്താർ നാടകത്തിൽ, കാവാലം നാരായണപ്പണിക്കരുടെ ദൈവത്താർ നാടകത്തിലൊക്കെ അഭിനയിക്കുന്ന ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്ന വേഷം കിട്ടുന്ന ആളുമൊക്കെയാണ്. ചേട്ടൻ അഭിമാനമുള്ള ഒരേ ഒരാൾ മൂസ എന്ന് പറയുന്ന പുള്ളിയുടെ സഹപാഠിയാണ്. കോമാളി തമ്പുരാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്ന പുള്ളിയുടെ ഡയലോഗ് ഒരു കാരണവശാലും ചേട്ടന് കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. എനിക്ക് കണക്കിൻ്റെ സമവാക്യങ്ങളും കാണാതെ പഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ചേട്ടനെ ഞെട്ടിക്കാനായിട്ട് മാത്രം ഞാൻ ഈ ചേട്ടൻ്റെ കൂട്ടുകാരൻ മൂസയുടെ ഡയലോഗ് കാണാതെ പഠിച്ചു. ഏകപട ദ്വിപട ത്രിപട ചതുർ പഞ്ചപട ഷഷ്ടാഷ്ടപട ത്രിപദ കുടിധിം ത്രിപട അങ്കോമങ്കോട് ആടിമടിയിടിമ കുപ കുപ കൂപ കൂപ കെർ കുടം കുളത്തിൽ താണു. ഇത് പറയുമ്പോൾ ചേട്ടൻ്റെ കണ്ണിൽ ചെറിയൊരു മഞ്ഞ ബൾബ് കത്തിൽ. അപ്പോൾ ചേട്ടനെ ഇമ്പ്രസ് ചെയ്യാനുള്ള ഏക മാർഗം പുള്ളിക്ക് അറിയാൻ പാടില്ലാത്ത ഒരു വിഷയത്തിനെ ഒന്ന് പുള്ളിയുടെ മുമ്പിൽ ഇമ്പ്രസീവായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെ പല പല പാഠഭാഗങ്ങളും മലയാളത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് പഠിച്ചതൊന്നുമല്ല. ചേട്ടന് പറയാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചേട്ടനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി, ചേട്ടൻ്റെ ഇടി കിട്ടുമ്പോൾ നിനക്കിത് പറയാൻ പറ്റുമോടാവുവേ എന്ന് പറഞ്ഞിട്ട് 9ാം ക്ലാസ്സിലേക്ക് ഒരു ടെക്സ്റ്റ് ബുക്കുണ്ട്. പെറ്റ തള്ള പോലും തന്തയ്ക്ക് വിളിച്ചു പോകുന്ന ശ്ലോകങ്ങളാണ് അതിനകത്ത് നിരന്ന് കിടക്കുന്നത്. കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ്റെ ശ്ലോകങ്ങൾ, മയൂര സന്ദേശം. 9ാം ക്ലാസ്സിലെ പിഞ്ചു കുഞ്ഞുങ്ങളോട് പുള്ളിക്കാരൻ പറയുകയാണ്: കൊണ്ടൽ കോളാൽ കലിത കുതുകം പീലിയെല്ലാം പരത്തി കൊണ്ട കേകിപ്രവർ നാട്ടമാടുന്ന ഭംഗിയും കണ്ടക്കാമി നിജകമനിയാം നീലവേണിയും നിനച്ചിട്ടിണ്ടൽ കയറ്റം വശകൻ അവിടെ തന്നെ മിണ്ടാതെ നിന്നാൽ. 9ാം ക്ലാസ്സുകാരന് ഇണ്ട എന്നുള്ള ഒച്ച മാത്രം കിട്ടും.
അതിനടുത്ത ശ്ലോകത്തിൽ പോലെ പറയുകയാണ്, ഇഷ്ടപ്രാണേശ്വരിയുടെ വിയോഗത്തിനാലും നരേന്ദ്ര ദുഷ്ടത്വത്താൽ ഒരുവനുളവ മാനനഷ്ടത്തിനാലും കഷ്ടപ്പെട്ട പുരുഷനൊരു 4-5 കൊല്ലം കഴിച്ചാൻ ദിഷ്ടക്കേടാൽ വരുவது പരിഹാരമില്ലാത്തതല്ലോ. ഇഷ്ട എന്നുള്ള ഒച്ച മാത്രം നമുക്ക് കിട്ടും. അപ്പോൾ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ഇത്രയും വലിയ അക്രമം കാണിക്കുമ്പോൾ തൊട്ടടുത്ത പേരിൽ ഭാഷാപിതാവായിട്ടുള്ള എഴുത്തച്ഛൻ നീണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കിടക്കുകയാണ്. കമലതല നയനനോട് വിജയനത ചൊല്ലിനാൻ കാരുണ്യവാര്യതേ ശ്രീപതേ ദൈവമേ കപടമതികളിൽ ഇനിയ ചെറുവിരൽ സുയോധനൻ കശ്മലൻ തന്നെ കുറിച്ച് യുദ്ധത്തിനായി നിജതനെ ധനസദന ജീവനാദ്യങ്ങളെ നിത്യമല്ലെന്ന് ഉപേക്ഷിച്ചു സന്നദ്ധരായി കലിതരണ മരണമിഹ വന്ന യോദ്ധാക്കളെ കാണുവാൻ അടുത്തു നിർത്തണം ഈ സ്യന്തനം. അതിനേക്കാൾ മുമ്പേ കവിതയിൽ പരിപാടി തുടങ്ങിയ കണ്ണശ രാമായണക്കാരന് ഒട്ടും കുറയ്ക്കാൻ പറ്റത്തില്ല. തമിഴും കൂടെ കലർന്നിട്ട് പുള്ളി പറയുകയാണ്, മാര ശരാതുരയായി മുടിയാളോ മാനിനി ജാനകി താനും ഇതാനും ചാരു വസന്തം ഇവണ്ണമിതെങ്കിൽ താർകുഴലാൾ മരുവിൻ്റെ വിടത്തു. ഇതൊക്കെ പഠിക്കുന്ന ഒരു മലയാളം വിദ്യാർത്ഥി, ഇപ്പോൾ ജിജിയെ പറ്റിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. ഇത് പഠിക്കുന്ന മലയാളം വിദ്യാർത്ഥി എന്ത് മലയാളം പഠിക്കുമെന്നാണ് നിങ്ങൾ ഓർക്കുന്നത്? ഇത് ചേട്ടനെ തോൽപ്പിക്കാൻ പഠിച്ചതാണ്. ഇതിനൊരു മലയാളം അധ്യാപകൻ എന്നുള്ള നിലയിൽ PSC പരീക്ഷ എഴുതുമ്പോൾ ചില ഗുണങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ സൗന്ദര്യശാസ്ത്രപരമായി എസ്തെറ്റിക്സിൽ യാതൊരു ഗുണവും കിട്ടിയിട്ടില്ല. നമ്മൾ പഠിച്ചതിൽ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് നിങ്ങൾ തോന്നുന്ന കാര്യങ്ങൾ ഒന്ന് റീകോൾ ചെയ്ത് നോക്കൂ. നിങ്ങൾ എത്രയോ കാര്യങ്ങൾ മഗ്ഗപ്പ് ചെയ്തിരിക്കുന്നു, എന്തെല്ലാം സമവാക്യങ്ങൾ പഠിച്ചു, എത്രയോ ശ്ലോകങ്ങൾ പഠിച്ചു. ഇപ്പോൾ മഞ്ഞത്തെച്ചി പൂങ്കല പോലെ മഞ്ചിമ വിടരും പുലർകാലെ. നേരെ നമ്മൾ ബയോളജിയുടെ കാര്യം കൂടെ എടുക്കണം, അല്ലെങ്കിൽ ബോട്ടയുടെ കാര്യം കൂടെ എടുക്കണം. ഇക്സോറ കോക്സീനിയ റൂബിയസി ഫാമിലിയാണ് ഈ മഞ്ഞത്തെച്ചിയാണ്. ഈ മഞ്ഞത്തെച്ചി പഠിച്ചതുകൊണ്ടോ റൂബിയസി ഫാമിലി പഠിച്ചതുകൊണ്ടോ യാതൊരു ഗുണവും അരിക്കാശ് എന്ന് പറയുന്ന ഒരു സാധനം 1/2 കിലോ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രായോഗികത എന്ന് പറയുന്ന സാധനം അങ്ങ് വിട്ടേരെ. ഇങ്ങനെ പലതും പഠിക്കുന്നു. ഇപ്പോഴും എനിക്ക് 10ാം ക്ലാസ്സിലെ ധർമ്മരാജ എന്ന് പറയുന്ന ഉപപാഠ പുസ്തകത്തിലെ CV രാമൻപിള്ള എഴുതിയ ഡയലോഗ് എനിക്ക് കാണാതെ പറയാനായിട്ട് എനിക്കറിയാം. എടാ ഇരുടാ വിഴുങ്ങു വാതുറന്നീ മുണ്ണയനെ, നീയല്ലാണ്ട് കാലമേത് കലിയേത് ഉശിരുടയാൻ കാരണം നീ തന്നെടാ പടച്ച പൊരുളെ. തായെന്നു ചൊല്ലി ഇവിടെ വയറ്റിരുട്ടിൽ തോണ്ടി മനുഷ്യരെ പെരട്ടിരുട്ടിൽ ഇരുട്ടവടിയ വിലന്ന് തിരുപ്പാമ്പാങ്കുലിയിട്ടിൽ തുഴയണ ഈ കുണം കെട്ട ഈരിരുളന് കരിങ്കുരിരുളെ നീയേ നെടുകതി എന്ന് പറഞ്ഞുകൊണ്ട് ചിലമ്പിനേത്ത് കാളിയുടയാൻ ചന്ദ്രക്കാരൻ ഇരുട്ടിലേക്ക് അസ്തമിച്ചു പോകും. ഇത് കാണാതെ പഠിക്കുന്ന ഒരുത്തിന് കിട്ടുന്ന ഗുണം, റേഷൻ കടയിൽ ചെന്നിട്ട് നമ്മൾ എടാ ഇരുള എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ അമ്മയ്ക്ക് വിളിക്കുമെന്നുള്ളതല്ലാതെ യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാണാപ്പാടം പഠിക്കുന്ന മഗ്ഗപ്പ് ചെയ്യുന്ന കുറേ ശ്ലോകങ്ങളും കുറേ സംഗതികളും ഒക്കെ ആയിട്ട് സാഹിത്യവുമായിട്ട് യാതൊരു പുലബന്ധവുമില്ലാതെ വളർന്ന് അങ്ങനെ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ദൈവത്തർ നാടകം കാണാതെ പഠിക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് ആദ്യം തന്നെ മുൻകൂർ ജാമ്യം എടുത്തതുപോലെ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ജീവിതകഥയല്ല പറയുന്നത്. ഒരു പൊൻകുന്നംകാരനായിട്ടുള്ള പാവം പിടിച്ച ബിപിൻ ചന്ദ്രൻ എങ്ങനെ എഴുത്തിലേക്കും വായനയിലേക്കും വന്നു എന്നുള്ളത് എനിക്കിവിടെ പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ എഴുത്തും എൻ്റെ ജീവിതവും എന്നുള്ളതാണ് ഇതിനകത്തെ വിഷയം. അങ്ങനെ നമ്മൾ കോളേജിൽ ചെല്ലുന്നു, നാടകം അവതരിപ്പിക്കുന്നു. സബ് ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ സമ്മാനം കിട്ടിയ നാടകവുമായിട്ട് SB കോളേജിൽ ചെല്ലുമ്പോൾ അവിടെ വലിയൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നാടക മത്സരമുണ്ട്, പ്രേം നസീർ ട്രോഫി നാടകമേള. അവിടെ ഈ നാടകമായിട്ട് ചെല്ലുന്നു, ചീറ്റിപ്പോകുന്നു. അപ്പോൾ അവിടെ ഒരു വളരെ സുന്ദര കളയപരനായിട്ടുള്ളൊരു നടനുണ്ട്, PS മാർട്ടിൻ എന്നാണ് അയാളുടെ പേര്. ഈ PS മാർട്ടിന് ഫസ്റ്റ് കിട്ടുന്നു, ബെസ്റ്റ് ആക്ടർ കിട്ടുന്നു. തൊട്ടടുത്തുള്ള അസംഷൻ കോളേജിലെ പെൺപിള്ളേരുടെ പോലും ഹരവും ജ്വരവും പനിയും കുളിരുമൊക്കെയാണ് ഈ മനുഷ്യൻ. അങ്ങനെ ഇയാളെ കണ്ടിട്ട് സെക്കൻഡ് ഇയർ ആയപ്പോൾ ഇവരോടൊക്കെ മത്സരിക്കാനായിട്ടുള്ളൊരു നാടകം അവതരിപ്പിക്കണമെന്ന് പറയുന്നൊരു ആഗ്രഹം ഉണ്ടായി. ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളാണ്. സാമ്പത്തികം കുറവാണ്, 2 or 3 കഥാപാത്രങ്ങൾക്ക് അപ്പുറമുള്ള ആൾക്കാരെ സംഘടിപ്പിക്കാൻ നമുക്ക് ശേഷിയില്ല. പ്ലസ് എനിക്ക് ബെസ്റ്റ് ആക്ടർ കിട്ടണം, ബെസ്റ്റ് ആക്ടറിന് മത്സരിക്കാനായിട്ടുള്ളൊരു സെക്കൻഡ് ബെസ്റ്റ് ആക്ടറെങ്കിലും കിട്ടണം. അങ്ങനെ നാടകങ്ങളുടെ ഒരു ലോകത്തേക്ക് കയറുകയായിരുന്നു. SB കോളേജിലെ പടപണ്ടോരൻ ലൈബ്രറിയിൽ ഞാൻ കിട്ടാവുന്ന അത്രയും നാടകം രാത്രിയും പകലും ഇരുന്ന് വായിച്ചു. ആ വായനയായിരുന്നു ഒരു പക്ഷേ
എൻ്റെ എഴുത്ത് ജീവിതത്തിലേക്ക് അത് മഹിതമായിട്ടുള്ള ഒരു എഴുത്ത് ജീവിതമൊന്നും ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഈ വായന ജീവിതത്തിലേക്ക് എന്നെ കൈപിടിച്ച് കയറ്റിയ മറ്റൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. 16 മിനിറ്റ് കൊണ്ടുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഈ എസ് ബി കോളേജിലെ ലൈബ്രറി മുഴുവൻ നാടകത്തിന് വേണ്ടിയിട്ട് അരിച്ചു പെറുക്കിയ സംഗതിക്കൊടുവിൽ ആസ്ഥാന വിഡ്ഢികൾ എന്ന് പറഞ്ഞ ജി ശങ്കരപ്പിള്ളയുടെ ഒരു നാടകം കിട്ടും. അതിറക്കിയത് ഈ ലൈബ്രറിയിൽ നിന്ന് അല്ല എനിക്കത് കിട്ടിയത്. ഇസ്താഖ് സാർ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു അവിടെ. ഈ ഇസ്താഖ് സാറായിരുന്നു രഞ്ജിമ പബ്ലിക്കേഷൻസ് എന്ന് പറയുന്ന നഷ്ടത്തിലായി പോയ സ്വന്തം കാശ് മുഴുവൻ വിറ്റ് തുലച്ച ഒരു പബ്ലിക്കേഷൻസ് നടത്തിയിട്ടുള്ള എൻ്റെ കോളേജിലെ അധ്യാപകനായിട്ടുള്ള മനുഷ്യൻ്റെ കട്ടിലിൻ്റെ ഒരു കാല് തകർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ആ കാലിന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ആസ്ഥാന വിഡ്ഢികൾ വെച്ചിരിക്കുകയാണ്. അങ്ങനെ അതിനകത്തുനിന്ന് ഒരു ആസ്ഥാന വിഡ്ഢികൾ ഊരിക്കൊണ്ട് പോന്നിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. അങ്ങനെ മത്സരിക്കുമ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എൻ്റെ ജീവിതത്തിലെ എന്നെ ഞടിക്കളഞ്ഞൊരു സംഭവം, ഈ ആസ്ഥാന വിഡ്ഢികൾ കളഞ്ഞിട്ട് ഈ PS മാർട്ടിന് കൈയടിക്കാൻ വേണ്ടിയിട്ട് ഞാനിരിക്കുകയാണ്. ബെസ്റ്റ് ആക്ടർ അയാൾക്ക് കിട്ടണം, ഫസ്റ്റ് നാടകവും അയാളുടെ ആയിരിക്കണം. സ്വാഭാവികമായിട്ടും P ബാലചന്ദ്രനടക്കമുള്ള രാജാവാര്യനടക്കമുള്ള മഹിതമായിട്ടുള്ള ഒരു ബീന ചേച്ചിയും വന്നു. ബീന ചേച്ചിയുടെ പുസ്തകം ഇന്ന് തോമസ് ഐസക് പ്രകാശനം ചെയ്തതേ ഉള്ളൂ. സജിത മഠത്തിലുമുണ്ട് സൈഡിൽ. ഞങ്ങൾ ഒരുമിച്ച് രാവിലെ വന്നതേ ഉള്ളൂ. എന്തായാലും കൊള്ളാം. അങ്ങനെ ഈ ജഡ്ജസ് P ബാലചന്ദ്രനും രാജാവാര്യനും അടക്കമുള്ള ജഡ്ജസ് സമ്മാനം പ്രഖ്യാപിക്കാനായിട്ടിരിക്കുന്നു. ഞാൻ കൈ കൊട്ടാനായിട്ട് റെഡിയായിട്ടിരിക്കണം. PS മാർട്ടിന് കൈ കൊട്ടണം, അയാൾ എൻ്റെ ഹീറോയാണ്. അങ്ങനെ PS മാർട്ടിന് കൈ കൊട്ടാനായിട്ടിരിക്കുമ്പോൾ ഒന്നാം സ്ഥാനം പതിവ് പോലെ PS മാർട്ടിൻ്റെ സംഘത്തിന് കിട്ടിക്കഴിഞ്ഞു. രണ്ടാം സ്ഥാനം നാടകത്തിന്, എൻ്റെ നാടകത്തിന് ഈ ആസ്ഥാന വിഡ്ഢികൾക്ക് കിട്ടി. അതിനുശേഷമാണ് ഈ പ്രേം നസീർ കൊടുത്തിട്ടുള്ള ട്രോഫി പ്രഖ്യാപിക്കുന്നത്. ഈ വർഷത്തെ മികച്ച നടനുള്ള പ്രേം നസീർ ട്രോഫി സമ്മാനിക്കുന്നത് എന്ന് P ബാലചന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് പറയുന്നു, ആസ്ഥാന വിഡ്ഢികൾ എന്ന നാടകത്തിലെ വിദൂഷകൻ എന്ന കഥാപാത്രത്തിനാണ്. ഞാൻ ഇടിവെട്ട് കിട്ടിയതുപോലെ ഒരു 5 മിനിറ്റ് അവിടെ ഇരുന്നു പോയി. എൻ്റെ ജീവിതത്തിൽ അന്നോ ഇന്നോ എന്നുമോ അതിനേക്കാൾ അപ്പുറമുള്ള ഒരു അക്വലേഡ് എനിക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. അങ്ങനെ ഇത് മേടിക്കാനായിട്ട് ചെല്ലുന്നു. അവിടെ മുതൽ നാടകത്തിൻ്റെ ഒരു പരമ്പര ഉണ്ടാകുന്നുണ്ട്. ഈ PS മാർട്ടിൻ, എൻ്റെ ശത്രുവായിട്ടുള്ള PS മാർട്ടിൻ വന്നിട്ട് എനിക്കൊരു, നീയാണല്ലേ എൻ്റെ പ്രേം നസീർ ട്രോഫി കൊണ്ടുപോയത് എന്ന് പറഞ്ഞിട്ട് തുടർച്ചയായ 3 വർഷം ഞാനത് ഹാട്രിക്ക് SB കോളേജിൻ്റെ ചരിത്രത്തിൽ പിന്നെയും തന്നെയും ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അത് വാങ്ങുന്നു. ഈ നാടകവുമായിട്ടുള്ള ഒരു നടപ്പുണ്ട്. ഈ PS മാർട്ടിൻ്റെ കൈകൊടുപ്പ് ഒരു 1.5 സംഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിന് പോകുന്നു, സൗത്ത് സോൺ യൂത്ത് ഫെസ്റ്റിവലിന് പോകുന്നു. കൊട്ടാരം എന്ന് പറയുന്ന ഒരു മൂട്ടക്കട്ടലിൽ മൂട്ട താഴോട്ട് പിടിക്കും, കൊതുക് മുകളിലോട്ട് വലിക്കും എന്ന് പറയുന്ന അവിടെ ഇരുന്ന ഒരു മനുഷ്യനാണ് ഇവിടെ ഇപ്പോൾ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്ന മനോജ് MP എന്ന് പറയുന്ന മനുഷ്യൻ. ഈ മനുഷ്യനൊക്കെ അന്നത്തെ അനുഭവങ്ങളുടെ സാക്ഷിയായിട്ടുണ്ട്. ഇവിടുന്ന് ഞങ്ങൾ ഒരുപാട് യാത്രകൾക്ക് പോകുന്നു. ബീഹാറിൽ പോകുന്നു, മദ്രാസിൽ പോകുന്നു, ബാംഗ്ലൂരിൽ പോകുന്നു, വിശാഖപട്ടണം പോകുന്നു. അങ്ങനെ നാടകത്തിൻ്റെ ഈ യാത്രകളിൽ ഒരുപാട് നടന്മാരെയും ഒരുപാട് മനുഷ്യരെയും ഒക്കെ കാണുന്നുണ്ട്. ബീഹാറിലെയും റാഞ്ചിയിലെയും ഡൽഹിയുടെയും ഒക്കെ തെരുവോരങ്ങളിൽ ഞങ്ങളിങ്ങനെ നാടകം കളിക്കുന്നുണ്ട്. അന്ന് ഒരു വലിയ പ്രൊഡ്യൂസറുടെ മകൻ വിവേക് എന്ന് പറയുന്ന ഒരാൾ ഇതേപോലെ ഞങ്ങൾ നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ കടം മേടിച്ച ഒരു ജീൻസൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഞങ്ങൾ ഈ കണ്ണാടിയിൽ ഇങ്ങനെ തിരിഞ്ഞു നോക്കും, ചന്തിയില്ല. അപ്പോൾ ഒരു 4 ഷഡ്ഡിയും 8 ബർമുടയും ഇട്ട് കഴിഞ്ഞാൽ ചന്തി എന്ന് പറയുന്ന ഒരു ഉപകരണമുള്ളൂ എന്ന് പറയുന്ന ഒരു തോന്നലുണ്ടാവുള്ളൂ. അപ്പോൾ സെൻറ്റ് തെരേസാസിലെയൊക്കെ സുന്ദരികളായിട്ടുള്ള പെൺപിള്ളേർ വരുമ്പോൾ നമുക്ക് ഇത് ഇട്ടുകൊണ്ട് മറ്റേ കയർ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് കൊല പഴിപ്പിക്കാനായിട്ട് ചാക്ക് കെട്ടി വെക്കുന്നത് പോലത്തെ ഒരു ജീൻസും ഒക്കെ ആയിട്ടായിരിക്കും ഞങ്ങൾ പോകുന്നത്. ഇവിടെ ചെല്ലുമ്പോൾ ഈ വിവേക് എന്ന് പറയുന്ന നടൻ ഒരുപാട് സുന്ദരികളുടെ നടുവിൽ ഇങ്ങനെ ഇരുന്നിട്ട് കൃഷ്ണൻ വൃന്ദാവനത്തിൽ ഒരു ഫ്ലൂട്ടിൻ്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി വേണുഗാനം ഊതുന്ന പോലെ നിൽക്കുന്നുണ്ട്. അപകർഷത എന്ന് പറഞ്ഞാൽ അപകർഷത. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഇങ്ങനെ വരുന്നുണ്ട്. ഈ നാടക പാരമ്പര്യവും സംഭവമൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് DC പഠിക്കുമ്പോൾ എന്നെ പിടിച്ച് എഡിറ്ററാക്കി. അതൊരു കാത്തോലിക്ക മാനേജ്മെൻ്റ് ആയതുകൊണ്ട് ഒരു കാരണവശാലും അവിടെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ജയിക്കാത്ത ഒരു കോളേജിലാണ് ഞാൻ ആദ്യം ആർട്സ് ക്ലബ് സെക്രട്ടറി ആകുന്നത്. രണ്ടാമത് എഡിറ്ററാകുക എന്ന് പറഞ്ഞാൽ പിന്നെ മാഗസിൻ ഇറങ്ങുന്ന പ്രശ്നമില്ല. കഴിയുമെങ്കിൽ ഈ പാദനപാത്രം അകറ്റണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ആ കുരിശ് എൻ്റെ കയ്യിൽ വരികയും ആ മാഗസിൻ്റെ പ്രവർത്തനവുമായിട്ട് നിൽക്കുമ്പോൾ എന്നെ വാടകയ്ക്ക് മഹാരാജാസ് കോളേജിലേക്ക് എഴുതാനായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു സജിച്ചേട്ടൻ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തകൻ. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലോഡ്ജിൽ ചന്തിയിൽ
പൊള്ളി വെയിലടിക്കുന്നത് വരെ കിടന്നുറങ്ങുന്ന ഒരു സമയത്ത് നിന്ന് നമ്മൾ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എറണാകുളം മഹാരാജാസിൽ പോവാം, അവിടുത്തെ ഒരു മാഗസിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ വാടകയ്ക്ക് എഴുതുകയാണ്. ഞാൻ മറ്റൊരു കോളേജിലെ മാഗസിൻ എഡിറ്ററാണ്, എൻ്റെ പേര് വെച്ച് എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ബിന്ദ്രൻ എന്നുള്ള, ബിപിൻ ചന്ദ്രൻ എന്നുള്ള പേര് ബിന്ദ്രൻ എന്നുള്ള പേരിൽ ചുരുക്കിയിട്ട് ഞാൻ പി എ ആഷിഖ് എന്ന് പറയുന്ന ഒരു ആലുവക്കാരൻ്റെ ഒരു മാഗസിനിൽ വാടകയ്ക്ക് എഴുതാൻ പോവാണ്. അങ്ങനെ വാടകയ്ക്ക് എഴുതി അവസാനം ഞാൻ മഹാരാജാസുകാരനായി. അന്ന് മഹാരാജാസ് നാടക ശത്രുക്കളാണ്. ഈ തിയേറ്റർ ട്രോഫിയൊക്കെ അടിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ശത്രുതയുണ്ട്. അങ്ങനെ ഞാൻ ചെന്ന് കയറുന്നത് നമ്മുടെ നാടക ശത്രുവായിട്ടുള്ള AR അൻവർ എന്ന് പറയുന്ന ഒരു കൊല്ലംകാരൻ്റെ മടയിലാണ്. ഒരു റൂമിലാണ് ഞങ്ങൾ കിടക്കുന്നത്. അവിടുന്ന് ഞങ്ങൾ ഒരുമിച്ച് പിന്നെ നാടകം അഭിനയിക്കുന്നു. ഈ പറയുന്ന മാഗസിൻ എഡിറ്ററും ഒക്കെ ആയിട്ട് നാടകങ്ങൾ അഭിനയിക്കുന്നു. അങ്ങനെ നാടകങ്ങളുടെയും അഖിലേന്ത്യാ പര്യടനങ്ങളുടെയും ഒക്കെ ഒരു കാലം കഴിഞ്ഞ് പ്രേമിച്ച പെണ്ണിനെ കെട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു അധ്യാപന വൃത്തിയിലേക്ക് പ്രസ് അക്കാഡമിയിൽ അഡ്മിഷനൊക്കെ കിട്ടി. പക്ഷേ അപ്പം B.Ed 2 വർഷമാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അരിക്കാശിന് വേണ്ടിയിട്ട് ഞാൻ നേരെ ചൊവ്വേ ഒരു B.Ed അങ്ങ് ചെയ്യുന്നു. ഞാൻ ജന്മത്തൊരിക്കലും അധ്യാപകനാകണമെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അധ്യാപകൻ എൻ്റെ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ മുകളിൽ മൂത്രം ഒഴിപ്പിച്ച കഥ ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഞാൻ അധ്യാപന വൃത്തിക്ക് ചേരുന്നു. അതിന് ശേഷം ഈ പറഞ്ഞ ഞാൻ മൂത്രമൊഴിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായി മാറുന്നു. ഈ മൂത്രമൊഴിച്ച സ്കൂളിൽ അധ്യാപകനായിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം തിരിച്ചറിയുന്നത്. ഞാൻ അന്ന് ചോദിച്ച ചോദ്യം ന്യായമായിരുന്നു. ഈ 2 പാരലൽ ലൈൻസ് ഇൻ്റർസെക്റ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ആ ചോദ്യത്തിന് ഞാൻ ചോദിച്ചിരുന്നു, സാറേ ഇത് അനന്തതയിൽ ചെന്നിട്ടാണോ ഇത് കുട്ടി മുട്ടുന്നത് എന്ന് ചോദിച്ചിരുന്നു. അയാൾക്കത് അറിയത്തില്ലാത്തതുകൊണ്ട് എന്നെ കുറേ തെറിയും പറഞ്ഞിട്ട് എന്നെ മൂത്രമൊഴിപ്പിച്ച് എൻ്റെ ശാസ്ത്രീയ ടെമ്പറിൻ്റെ മുകളിൽ മൂത്രമൊഴിച്ച് പുള്ളി അത് കെടുത്തിക്കളഞ്ഞു. ഞാൻ മലയാള അധ്യാപകനായി. അത് മലയാളം വിദ്യാർത്ഥികളുടെ ശാപമോ നന്മയോ എന്നൊക്കെയുള്ളത് കാലം വിലയിരുത്തട്ടെ. എന്തായാലും ആ കാലത്ത് ഞാൻ തിരിച്ചറിഞ്ഞു, ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഗോസിനെ പോലെയുള്ള ശാസ്ത്രജ്ഞർ നേരത്തെ തെളിയിച്ചിരുന്നു. 2 പാരലൽ ലൈൻസ് മസ്റ്റ് നോട്ട് ഹാവ് ടു ഇൻ്റർസെക്റ്റ് അറ്റ് ഇൻഫിനിറ്റി എന്ന്. അതിനാണ് ഫീൽഡ്സ് മെഡൽ അയാൾക്ക് കിട്ടിയത്. ഫീൽഡ്സ് മെഡൽ മാത്രമേ കിട്ടുള്ളൂ, കാരണം നൊബേൽ സമ്മാനം കിട്ടത്തില്ല. നൊബേൽ സമ്മാനം ക്വീൻ ഓഫ് സയൻസസ് എന്ന് പറയുന്ന മാത്തമാറ്റിക്സിന് കിട്ടത്തില്ല. 6 എണ്ണത്തിനേ ഉള്ളൂ. മാത്തമാറ്റിക്സിന് നൊബേൽ സമ്മാനമില്ല. അതിൻ്റെ കാരണം ഒരു കുശുമ്പാണെന്നാണ് പറയുന്നത്. കാരണം ആൽഫ്രഡ് നൊബേലിൻ്റെ കാമുകിയായിരുന്നു, അല്ലെങ്കിൽ ഭാര്യയായിരുന്നു ഈ ഗോസിൻ്റെ കാമുകി എന്ന് പറയുന്ന ഒരു കിംവദന്തി ഉണ്ട്. അതുകൊണ്ട് എൻ്റെ കാശം കൊണ്ട് നീ അങ്ങനെ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് മാത്തമാറ്റിക്സിന് അത് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിവെച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു സംഭവം. എന്തായാലും ഈ ഫീൽഡ്സ് മെഡൽ കിട്ടിയിട്ടുള്ള ഗോസിൻ്റെ കണ്ടുപിടുത്തം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ട്. ഈ ചോദ്യം ചോദിച്ചതിനാണ് ആ കണക്ക് സാറ് എന്നെ അമ്മയ്ക്കും മുത്തിക്കും പറഞ്ഞിട്ട് എൻ്റെ സയൻറ്റിഫിക് ടെമ്പറിന് മുകളിൽ മൂത്രമൊഴിച്ചത്. എന്തായാലും അവിടെ തന്നെ അധ്യാപകനായിട്ട് കയറി. അങ്ങനെ അധ്യാപകനായിട്ട് കയറി നിൽക്കുമ്പോൾ 8 മിനിറ്റുണ്ട്. ഓക്കെ, അങ്ങനെ കയറി നിൽക്കുമ്പോൾ ഒരു കോള് വരുന്നു. പഴയ നാടക ശത്രുവായിരുന്ന, പിന്നീട് റൂംമേറ്റായിരുന്ന AR അൻവർ എന്ന് പറയുന്ന കൊല്ലംകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മച്ചാനെ ഞാനൊരു പടം ചെയ്യാൻ പോവുകയാണ്, മമ്മൂട്ടിയാണ് നായകൻ, കൊള്ളാം, നന്നായിട്ടിരിക്കുന്നു. ആ പടത്തിൻ്റെ പേര് രാജമാണിക്യം എന്നായിരുന്നു. അതിനുശേഷം അയാളെ അൻവർ റഷീദ് എന്നുള്ള പേരിൽ, ഈ അൻവർ റഷീദ് എന്നുള്ള പേരിൽ ഒരുപാട് പടങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്, സംവിധായകനായിട്ട് കണ്ടിട്ടുണ്ട്. ഛോട്ടാ മുംബൈയിൽ, അണ്ണൻ തമ്പിയിലൊക്കെ സംവിധായകനായിട്ട്, ട്രാൻസിലും അല്ലെങ്കിൽ ഉസ്താദ് ഹോട്ടലിലും സംവിധായകനായി കണ്ടിട്ടുണ്ട്. ബാംഗ്ലൂർ ഡേയ്സിലും പ്രേമത്തിലുമൊക്കെ നിർമ്മാതാവായി കണ്ടിട്ടുണ്ട്. പറവയിലും ഏറ്റവും അടുത്തിപ്പോൾ പ്രാവൻകൂട് ഷാപ്പ് എന്ന് പറയുന്ന സംഗതി വരെ എത്തി നിൽക്കുന്ന ആളായിട്ട് നിൽക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ അധ്യാപനമായിട്ട് ഞാനിങ്ങനെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പഴയ എന്നെ മഹാരാജാസിൽ കൊണ്ടുപോയ സൈചേട്ടൻ എന്ന് പറയുന്ന ഒരു കക്ഷി പിന്നെയും വിളിക്കുന്നു. അതെ, മലയാളം വാരികയുടെ പത്രാധിപർ S. ജയേന്ദ്രൻ നായർക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. എൻ്റെ അപ്പോയിൻമെൻ്റ് എടുക്കണേ പുള്ളിക്ക്. പുള്ളി ഇങ്ങനെ ലാൻഡ് ഫോണിൽ വിളിക്കുന്നു. ഞാൻ 500 വിളിക്കുമ്പോൾ രാമഭദ്രൻ എഴുന്നേറ്റ് നിൽക്കുന്നത് പോലെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അത് നിരന്തരം വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു കൊല്ലം മമ്മൂട്ടിയെക്കുറിച്ചൊരു പഠനം എഴുതി. ഈ മമ്മൂട്ടി പഠനം DC ബുക്സ് പുസ്തകമാക്കുന്നു. ഈ പുസ്തകമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ ഞാൻ നേരിട്ട് വിളിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. ഇങ്ങനെയുള്ള എഴുത്തുകൾ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. ഈ സജീംസ് തന്നെയാണ് എന്നെ ഫിലിം റിവ്യൂവിൽ പറഞ്ഞു വിടുകയൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു എഴുത്തിൻ്റെ ധാര ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത സുഹൃത്ത്, പഴയ വാടകയ്ക്ക് എഴുതാൻ പോയ മാഗസിൻ എഡിറ്റർ P. A. ആഷിഖ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനും ഒരു പടം ചെയ്യാൻ പോവാണ്. ഓക്കെ, നല്ല കാര്യം, അൻവർ ചെയ്തല്ലോ, നീയും ചെയ്യണം പടം. ഞാൻ അതിനല്ല വിളിച്ചത്. ആ പടം നീ ഒന്ന് എഴുതി തന്നാൽ നല്ലതായിരുന്നു. ഞാനും അതെ, നീ തന്നെ, വൈ നോട്ട്,
കാരണം എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ ഒരു ദിവസം പോലും ഷൂട്ടിങ് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ആ പടം എഴുതാനായിട്ട് ചെല്ലുകയാണ്. ഈ പടം എഴുതാനായിട്ട് എന്നെ വിളിക്കുന്നതിൻ്റെ ഏക മാനദണ്ഡമെന്ന് പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയിലെ കൊട്ടാരൻ ലോഡ്ജ് എന്ന് പറയുന്ന മൂട്ടക്കട്ടലിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോയി ഈ PA ആഷിഖിൻ്റെ മാഗസിനിൽ വാടകയ്ക്ക് എഴുതിയത് മാത്രമാണ് PA ആഷിഖിൻ്റെ ജന്മത്തിൽ എന്തെങ്കിലും എഴുതിയതായിട്ടുള്ളത് വായിച്ചത്. നിനക്കത് എഴുതാൻ പറ്റും എന്ന് പറയുന്നു. ആ PA ആഷിഖാണ് ഡാഡി കൂളും ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് റൈഫിൾ ക്ലബ്ബ് വരെ എഴുതിയിട്ടുള്ള ആഷിഖ് അബു എന്ന് പറയുന്ന മനുഷ്യൻ. ഈ ആഷിഖ് അബുവിൻ്റെ ഡാഡി കൂൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് വനിതയിൽ ഫോട്ടോഗ്രാഫറായിരുന്ന പഴയ നാടക ശത്രു PS മാർട്ടിൻ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഞാൻ മമ്മൂട്ടിയോടൊരു കഥ പറഞ്ഞിട്ടുണ്ട്, നിനക്കത് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വൈ നോട്ട്, നമുക്കറിയില്ലല്ലോ. അങ്ങനെ എഴുതിപ്പോയ പടമാണ് ബെസ്റ്റ് ആക്ടർ എന്ന് പറയുന്ന പടം. ആ PS മാർട്ടിനാണ് മാർട്ടിൻ പ്രക്കാട്ട് എന്ന് പറയുന്ന സംവിധായകൻ. മാർട്ടിൻ പ്രക്കാട്ടിൻ്റെ ബെസ്റ്റ് ആക്ടർ റിലീസാകുന്ന ദിവസം അയാളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന വനിതയിലെ മറ്റൊരു ഫോട്ടോഗ്രാഫർ എന്നോട് ചോദിക്കുന്നു, ഞാൻ എന്തെങ്കിലും ഒരു പടം ചെയ്താൽ നിങ്ങൾക്കതിൻ്റെ എഴുത്ത് നടത്തി തരാൻ പറ്റുമോ? അന്നേരവും ഞാൻ പറഞ്ഞു വൈ നോട്ട്. അങ്ങനെ അന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഫോട്ടോഗ്രാഫർ എബ്രിഡ് ഷൈൻ ചെയ്ത പടമാണ് 1983. അത് എഴുതുകയാണ്. എനിക്ക് ഈ മീഡിയം എന്താണെന്നോ ഒരു ചുക്കും പൂളാപ്പും അറിയില്ല. അപ്പോൾ നാടക ശത്രുവായിട്ടുള്ള NSS കോളേജിൽ ജയരാജ് സാറൊക്കെ പഠിച്ച കോളേജിലെ ഒരു സുരേഷ് കുമാർ ഉണ്ടായിരുന്നു. ഈ സുരേഷ് കുമാർ പറഞ്ഞു, നാട്ടുകാർക്ക് മൊത്തം എഴുതി കൊടുക്കുന്നുണ്ടല്ലോ, എനിക്കൊരെണ്ണം എഴുതി തന്നൂടെ? എഴുതി തരാം, എൻ്റെ അറിവിനും പ്രാപ്തിക്കും എഴുതി തരാമെന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത പടമാണ് പാവാട എന്ന് പറഞ്ഞ പടം. ഈ സുരേഷ് കുമാറാണ് മാർത്താണ്ഡൻ എന്ന് പറയുന്ന ഇന്നത്തെ ഡയറക്ടർ. ഇതിങ്ങനെ സുഹൃത്തുക്കളുടെ ഒരു കമ്പവലക്കെട്ട് പോലെ ഇങ്ങനെ ഈ എഴുത്ത് നടന്നുകൊണ്ടേയിരിക്കുക. ഈ എഴുത്തിൻ്റെ ഭാഗമായിട്ടാണ് വനിതയിലെ ചീഫ് എഡിറ്ററായിട്ടുള്ള മധുചന്ദ്രൻ വിളിച്ചിട്ട് പറയുന്നു, ഒരു നോവലറ്റ് എഴുതി തരാം. പറ്റത്തില്ല, കാരണം എനിക്കറിയത്തില്ല. അങ്ങനെ അയാൾ എന്നെ ആക്ഷേപിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു നോവലറ്റ് എഴുതി കൊടുക്കാമെന്ന് എൻ്റെ ആത്മാഭിമാനം പണയപ്പെടുത്തിയിട്ട് ഞാൻ എഴുതി കൊടുക്കുന്നു. ഒരു ലക്കത്തിനുള്ള സാധനം എനിക്ക് എഴുതാൻ അറിയത്തില്ല, നടുവ് തളർന്ന് കിടക്കുകയാണ്. അപ്പോൾ എഴുതാൻ പറ്റത്തില്ല. ഞാൻ വോയിസ് ടൈപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത്, വോയിസ് ടൈപ്പ് പോലുമല്ല, വോയിസ് നോട്ടിൽ വിടുകയാണ്. വനിതയിലെ ആരെങ്കിലും ഇത് പ്രൂഫാക്കി തരും, ഇത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഒരു ലക്കം കൊണ്ട് തീരാതെ വന്നപ്പോൾ അയാൾ പറഞ്ഞു, നീട്ടിക്കോ, സാധനം വിൽക്കുന്നുണ്ട്. അങ്ങനെ ലക്കങ്ങൾ നീണ്ട ഒരു നോവൽ എഴുതിയതാണ് കപ്പിത്താൻ്റെ ഭാര്യ എന്ന് പറയുന്ന എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും എഴുതിയ ഫിക്ഷൻ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എഴുത്തുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എഴുത്ത് ജീവിതവും വായന ജീവിതവും. അതിൻ്റെ ഇടയ്ക്ക് വായനയ്ക്ക് വേണ്ടി ഒരുപാട് മണിക്കൂറുകൾ ചെലവഴിക്കുന്നുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ സംഭരിച്ച് വെക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ 1 സെൻറ്റ് സ്ഥലം ഞാൻ മേടിച്ചിട്ടില്ല. ഞാൻ ജീവിക്കുന്ന വീട് എൻ്റെ സ്വന്തമല്ല. അതിൻ്റെ ആധാരം പോലും എൻ്റെ കയ്യിലില്ല. അത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ മേടിച്ച പുസ്തകങ്ങളുടെ മൊത്തം തുകയുണ്ടായിരുന്നെങ്കിൽ എറണാകുളത്ത് എങ്ങനെയാണെങ്കിലും ഒരു 10 സെൻറ്റ് സ്ഥലവും കുഴപ്പമില്ലാത്തൊരു ലാവണവും ഒക്കെ മേടിക്കാമായിരുന്നു. പക്ഷേ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഒരു സ്ഥലമോ സ്വത്തോ സമ്പാദിക്കാത്ത ഞാൻ ലക്ഷങ്ങളുടെയോ കോടികളുടെയോ വില മതിക്കുന്ന പുസ്തകങ്ങളുടെ കസ്റ്റോഡിയനായിട്ടിരിക്കുന്നുണ്ട്. അതുമാത്രമേ ഉള്ളൂ, അതിൻ്റെ ഓണറല്ല ഞാൻ. ഈ വായനയുടെ അടുത്ത പരമ്പരകളിലേക്ക് അതിനെ പരത്തിവിടാൻ ഒരുപാട് ജേർണലിസ്റ്റുകൾ, ഒരുപാട് റിസർച്ചുകാർ, ഇവിടെയൊക്കെ ഇരിക്കുന്ന ചില ആൾക്കാരൊക്കെ തന്നെ ചില ലക്കങ്ങൾ, പീരിയോഡിക്കൽസിൻ്റെ ലക്കങ്ങളൊക്കെ ചോദിച്ച് വിളിക്കാറുണ്ട്. അത് എടുത്തു കൊടുക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളതല്ലാതെ ഞാനൊരു വലിയ എഴുത്തുകാരനൊന്നുമില്ല. സിനിമ കുറേ പൈസ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ആ പൈസ ചെറിയൊരു കാര്യമാണെന്നും ഞാൻ കരുതുന്നില്ല. ഈ സിനിമയുടെ ഒരു ഗ്ലാനിയിലും, അല്ലെങ്കിൽ ഗ്ലാനിയല്ല, ഗ്ലാമറിലും ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലാതെ എഴുത്തുകാരൻ എന്ന് പറയുന്ന, ഒരു സർഗാത്മക സാഹിത്യകാരൻ എന്ന് പറയുന്ന ഒരു ബലത്തിലൊന്നുമല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഒരു തരക്കേടില്ലാത്ത വായനക്കാരൻ എന്നുള്ള നിലയിൽ ഇവിടെ നിൽക്കാൻ ഒരു പക്ഷേ എനിക്ക് പറ്റിയേക്കാം. അല്ലാതെ സർഗാത്മകതയെപ്പറ്റി, സർഗാത്മകമായിട്ടുള്ള എഴുത്തിനെ പറ്റിയിട്ട് ആധികാരികമായിട്ട് പറയാനായിട്ടുള്ള ആളല്ല ഞാൻ. അതിനുള്ള കോപ്പെൻ്റെ കയ്യിലില്ല. പക്ഷേ ആരൊക്കെ എതിർത്താലും ഞാൻ ഈ പരിപാടി നിൽക്കും. കാരണം ഇത് എൻ്റെ ഇഷ്ടമാണ്. എൻ്റെ ഇഷ്ടത്തിന് ആരും ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. എടശ്ശേരി പണ്ട് പറഞ്ഞതുപോലെ, എനിക്ക് രസം ഈ നിന്നോന്നതമാം വഴിക്ക് തേരുരുൾ പായിക്കൽ, ഇതേത് ഇരുൾക്കുഴിമേലുരുളട്ടെ, വിടില്ല ഞാൻ ഈ രശ്മികളെ. എഴുത്ത് എന്നെ ജീവിപ്പിച്ച് നിർത്തുന്ന ഒരു ഫാക്ടറാണ്. വായനയും അതുപോലെ തന്നെയാണ്. ഇത് നിങ്ങളിൽ ആരെ തൃപ്തിപ്പെടുത്തിയാലും തൃപ്തിപ്പെടുത്തിയില്ലെങ്കിലും ഇതെൻ്റെ ഇഷ്ടമാണ്.
ഈ ഇഷ്ടവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമെന്നല്ലാതെ എൻ്റെ എഴുത്ത് ജീവിതത്തിനെക്കുറിച്ചോ വായന ജീവിതത്തിനെക്കുറിച്ചോ, വായനാ ജീവിതമല്ല, വായന ജീവിതമൊന്ന് തിരുത്തിയതാണ്. അതാണ് അതിൻ്റെ ഗ്രമാറ്റിക്കലായിട്ടുള്ള കറക്റ്റായിട്ടുള്ള സാധനം എന്നുള്ളതുകൊണ്ട് തിരുത്തിയതാണ്. അപ്പോൾ എഴുത്തിനെപ്പറ്റിയും വായനയെപ്പറ്റിയും ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നക്ഷത്രം തിളങ്ങുന്ന കണ്ണുകളോടുകൂടി എന്നെ ശ്രവിച്ച സഹിച്ച നിങ്ങളെയെല്ലാം നെഞ്ചോട് ചേർത്തുകൊണ്ട് ആ വള്ളത്തോൾ വചനം പറഞ്ഞുകൊണ്ട്, കാരണം സമയമെന്ന് പറയുന്ന ഒരു സാധനം ദേ ഓടിത്തീരുകയാണ്. കാലമതിൻ്റെ കനത്ത കരം കൊണ്ട് ലീലയാലൊന്ന് പിടിച്ചു കുലുക്കിയാൽ പാടെ പതറിക്കൊഴിഞ്ഞു പോവും ബ്രഹ്മാണ്ട പാദവപ്പൂക്കളാം താരങ്ങൾ കൂടിയും. അപ്പോൾ പിന്നെ നിസ്സാരനായ ബിപിൻചന്ദ്രൻ്റെ സമയവും കൊഴിഞ്ഞു പോവുക തന്നെ ചെയ്യും. ആ കൊഴിഞ്ഞു പോകുന്ന സമയത്തിൽ എന്തെങ്കിലും ഇങ്ങോട്ട് ചോദിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് നിർത്തുന്നു. ഹലോ വൈജി ചേട്ടാ, കേൾക്കാമോ? വൈജി ചേട്ടൻ്റെ ആ ബുക്ക് കളക്ഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ജസ്റ്റ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, കയ്യിലുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ച് തീർത്തു കഴിഞ്ഞോ അതോ ഇനി വായിക്കാനുണ്ടോ? ഒരിക്കലും നമുക്ക് വായിച്ച് തീർക്കാൻ പറ്റില്ല. കാരണം ഒരു 4-5 ജന്മം എടുത്തു കഴിഞ്ഞാൽ വായിച്ച് തീർക്കാനുള്ള അത്രയും പുസ്തകങ്ങൾ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉംബർട്ടോ എക്കോയുടെ ലൈബ്രറി നിങ്ങൾ വെറുതെ ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുക. പുള്ളിക്കാരൻ പറഞ്ഞ അതേ മറുപടി തന്നെയാണ്. നമ്മൾ ഒരു ആയുർവേദ ഭിഷഗ്വരൻ്റെ അടുത്ത് ഒരുപാട് മരുന്നുകളുണ്ടാവും ഭരണികളിൽ. ചിലപ്പോൾ 1000 വർഷത്തിൽ സംഭവിക്കുന്ന ഒരു വ്യാധിക്കുള്ള ഒരു മരുന്ന് അയാൾ പോകുന്ന വഴിക്ക് പറിച്ചു വെച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോൾ അയാൾ മരിക്കുന്നത് വരെ അതിനുള്ള മരുന്നുണ്ടാകുകയില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു വലിയ വർക്ക്ഷോപ്പിൽ എല്ലാ സ്പാനറുകളും എല്ലാ സമയത്തും എടുത്ത് പ്രയോഗിക്കേണ്ടി വരില്ല. പക്ഷേ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ സ്പാനർ എടുക്കാനായിട്ട് പറ്റും. ഇത് എനിക്ക് വേണ്ടി സൂക്ഷിക്കുന്നതല്ല, മറ്റ് മനുഷ്യർക്ക് വേണ്ടി സൂക്ഷിക്കുന്നതാണ്. അതിൻ്റെ ഒരു സൂക്ഷിപ്പുകാരൻ മാത്രമാണ് ഞാൻ. ഒരു സംശയമാണ്, വായനയിലേക്ക് എത്തിയതാണ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഏട്ടൻ. പുസ്തക ശേഖരണം എന്ന് പറഞ്ഞൊരു ശൈലി ഉണ്ടായത് വായിക്കാൻ വേണ്ടി വാങ്ങിയ പുസ്തകങ്ങളെ കൂട്ടി വെച്ചത് വഴിയാണോ, അതെങ്ങനെയാണ് ഒരു പാഷനായിട്ട് മാറിയത്? അതായത് ഞാൻ കേട്ടു ഈ എവിടെയും കിട്ടാനില്ലാത്ത റെയറസ്റ്റ് കളക്ഷൻ പോലും ഏട്ടൻ്റെ കയ്യിലുണ്ടെന്ന്. അങ്ങനെ ഒരു കളക്ഷൻ പാഷനായി മാറിയത് എങ്ങനെയാണ്? അതിനെന്തെങ്കിലും ഒരു പ്രത്യേക കാരണം ഇതുപോലെ ഉണ്ടോ? ലോർക്ക പണ്ട് പറഞ്ഞിട്ടുണ്ട്, ചില ആൾക്കാർ എൻജിനീയർമാരാകുന്നു, ചില ആൾക്കാർ പോലീസുകാരാകുന്നു, ചില ആൾക്കാർ വൈദ്യന്മാരാകുന്നു, ചില ആൾക്കാർ എൻജിനീയർമാരാകുന്നു, ചില ആൾക്കാർ ഭ്രാന്തന്മാരാകുന്നു, ചില ആൾക്കാർ പുസ്തകം കളക്ട് ചെയ്യുന്നവരാകുന്നു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു സംഭവം. അതങ്ങനെ ആയിപ്പോയെങ്കിൽ പോലും ഇപ്പം മിനിഞ്ഞാന്നുണ്ടായൊരു സംഭവം, ആദി എന്ന് പറയുന്ന ചുരുക്കം ചില ആൾക്കാർക്ക്, പെണ്ണപ്പൻ എന്ന് പറയുന്ന കവിതാസമാഹാരമൊക്കെ എഴുതിയിട്ടുള്ള ആദി എന്നോട് വിളിച്ചു ചോദിക്കുന്നു, EB കൃഷ്ണപിള്ളയുടെ ജീവിത സ്മരണകൾക്കകത്ത് അതിൻ്റെ ഏതോ ചാപ്റ്ററിൽ സ്വവർഗരതിയെ പറ്റിയിട്ടുള്ളൊരു അധ്യായമുണ്ട്, എനിക്കൊരു പ്രബന്ധം ചെയ്യേണ്ടതുണ്ട്, എങ്ങനെ തപ്പിക്കണ്ടുപിടിക്കാൻ പറ്റും? ഞാൻ അതിന് 3 ആഴ്ചയ്ക്ക് മുമ്പേ ഒരു വലിയ തുക കൊടുത്തിട്ട്, എൻ്റെ കയ്യിൽ ഇൻസുലിൻ മേടിക്കാനുള്ള പൈസയില്ല. എൻ്റെ ഒരു ഇൻസുലിൻ്റെ കാട്രിഡ്ജിന് ഏതാണ്ട് 800 ചുഷ്ടം രൂപ വരും. അതന്ന് കടം മേടിച്ചിട്ട് ഈ EB കൃഷ്ണപിള്ള സമ്പൂർണ്ണ കൃതികൾ ഞാൻ പണ്ട് മുതലേ കൊതിക്കുന്നതാണ്. ഇത് ഞാൻ 1800 രൂപ കൊടുത്തിട്ട് ഞാനങ്ങ് ഓർഡർ ചെയ്യുക. ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് അവർ പിന്നെ കൊടുത്താൽ മതിയല്ലോ. ഇതെങ്ങനെയൊക്കെ കടം മേടിച്ച് ഞാനിത് കൊടുക്കുന്നു. ഈ EB കൃഷ്ണപിള്ള കൃതികൾ 3 വോളിയം ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഓർത്തത്. ഇതിൻ്റെ ഈ വയനാട് ഫെസ്റ്റിവൽ കഴിഞ്ഞപ്പോഴാണ്, വയനാട് ഫെസ്റ്റിവലിൽ എന്നോട് ചോദിച്ചിരുന്നു, എന്നെ ഓർമ്മിപ്പിക്കാൻ ആദിയുടെ കോള് വരുന്നു. അവനൊരു വലിയ സാധനം ചെയ്യുകയാണ്. അതിനകത്ത് 2-3 ചാപ്റ്ററുകൾ എനിക്ക് സ്കാൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റി. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ ഇതിനകത്ത് ധർമ്മം. അല്ലാതെ നമുക്ക് 10 ഏക്കർ പറമ്പ് പിടിക്കുന്ന ആൾക്കാരുണ്ട്, അംബാനിമാരാകുന്നവരുണ്ട്. അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം അംബാനിയാവുക എന്നൊക്കെ ഉള്ളതാണ്. പൈസ എന്ന് പറയുന്ന അശ്ലീലമൊന്നുമല്ല. എനിക്ക് ഒരുപാട് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെലവഴിക്കുന്നതിന് എൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് വലിയ പാടാണ്, ഇത് സൂക്ഷിക്കാൻ പാടാണ്. സമയനഷ്ടം, ധനനഷ്ടം, മാനനഷ്ടം എല്ലാം ഉണ്ടാവും. കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ പൈസ കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആരെങ്കിലും മാറി നിന്നിട്ട് ബിപിൻചന്ദ്രൻ അവൻ കള്ളാ കേട്ടോ എന്ന് പറയും. അവൻ്റെ യാതൊരു പൈസയും കൊടുത്തിട്ടല്ല ഞാൻ കള്ളു കുടിക്കുകയോ പുസ്തകം മേടിക്കുകയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവനെ ഭയങ്കര ഷോവനിസമാണ് കേട്ടോ എന്ന് പറയും. അവൻ്റെ യാതൊരു മുടക്കിലുമല്ല ഞാൻ എൻ്റെ ഷോവനിസം കാണിക്കുന്നത്. എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പൈസ കൊടുത്ത് എൻ്റെ സമയം കളഞ്ഞ് എൻ്റെ ധനം കളഞ്ഞ് എൻ്റെ മാനം കളഞ്ഞിട്ടുണ്ടാക്കുന്ന സാധനമാണിത്.
അപ്പോൾ ഇത് ചില ആൾക്കാർ ഓടെ വീഴാൻ വിധിക്കപ്പെട്ട ചില ആൾക്കാരുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ വിധിക്കപ്പെട്ട ചില ആൾക്കാരുണ്ട്, മാന്യന്മാരായിട്ട് തല ഉയർത്തി നടക്കാനായിട്ട് വിധിക്കപ്പെട്ട ചില ആൾക്കാരുണ്ട്. എല്ലാം കൂടെ കുഴഞ്ഞ ചില ജീവിതങ്ങളും ഒക്കെ ഉണ്ടാകും. ഞാനിത് എൻ്റെ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബിബിൻ സാറിൻ്റെ സംസാരവും ഇതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നാണ് സാർ ഒരു ബോൺ ജീനിയസ് ആണെന്ന് ഞങ്ങൾക്ക് തോന്നാണ്. എന്തോ ഒരു ബോൺ ജീനിയസ് ആണ് സാർ? ഒരു കാരണവശാലും അല്ല. ആരും അങ്ങനെ ബോൺ ജീനിയസ് എന്ന് പറയുന്ന ഒരു സംഗതി വന്നാൽ താല്പര്യങ്ങൾ നമ്മളെ വളർത്തുകയാണ് ചെയ്യുന്നത്. TDR എന്നെ ഇറക്കി വിടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TDR VK ശ്രീരാമനും തമ്മിലുള്ളൊരു സെഷനാണ് ഇവിടെ നടക്കേണ്ടത്. രണ്ടുപേരുടെയും തലവട്ടം കാണാത്തത് കൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാർ നമസ്കാരം. ഞാൻ ഗുസ്തോസ്കി എന്ന് പറയുന്ന ഒരു മാതൃഭൂമി പോഡ്കാസ്റ്റിൻ്റെ വലിയൊരു ആരാധകനാണ്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. ഒരാൾ എന്തിനു വായിക്കണം, അല്ലെങ്കിൽ കഥകളാണോ അതല്ലെങ്കിൽ കവിതകളാണോ ഒരാളെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നത്? നമ്മളൊരു നല്ല മദ്യപാനിയോട് ഏത് മദ്യം അടിക്കണം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മദ്യം അടിക്കൂ എന്ന് മാത്രമേ നല്ല സീസൺഡ് ആയിട്ടുള്ളൊരു മദ്യപാനി തിരിച്ച് മറുപടി പറയുള്ളൂ. നിങ്ങളെ ഇഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ വായന തുടരുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പരിണാമിയാണ്. നമ്മുടെ വായന, നമ്മുടെ രുചികൾ എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഞാൻ കളിക്കുടുക്ക, അല്ലെങ്കിൽ അന്ന് ഇല്ലായിരുന്നു കളിക്കുടുക്ക, ബാലരമയും പൂമ്പാറ്റയും വായിച്ചു തുടങ്ങിയ ആളാണ് ഞാൻ. എന്നെ ഏറ്റവും ത്രില്ലടിപ്പിച്ചത് 5ാം ക്ലാസ്സിൽ വായിച്ച മംഗളം വാരികയിൽ വന്ന സ്മഗ്ലർ എന്ന് പറഞ്ഞ നോവലായിരുന്നു. സ്മഗ്ലറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായനയുടെ ഒരു ഹരത്തിലേക്ക് വീഴ്ത്തിയത്. അന്ന് എൻ്റെ വീട് ഈ ജയരാജ് സാറിൻ്റെ അച്ഛൻ നാരായണക്കുപ്പ സാറിനൊക്കെ അറിയാം. അന്ന് കാനൻ രാജേന്ദ്രനാണ് MLA. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ മുഴുവൻ സാധനങ്ങൾ ജപ്തി ചെയ്തുകൊണ്ട് പോവുക. ഞാൻ 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ആകെപ്പാടെയുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഉപാധി എന്ന് പറയുന്ന സോണിയുടെ ഒരു റേഡിയോ ആണ്. പാട്ട് കേൾക്കുക, രഞ്ജിനി കേൾക്കുക എന്നുള്ളത് മാത്രമാണ് അന്നത്തെ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ്. ഇതും ജപ്തി ചെയ്തുകൊണ്ട് പോയി. പണ്ടാരക്കാലന്മാർ ഇതെല്ലാം കൂടെ കൊണ്ടുപോയിട്ട് കിടക്കാനായിട്ടൊരു സാധനമില്ല. കാരണം എന്ന് പറഞ്ഞാൽ പാ വിരിച്ച് കിടക്കണം. നമ്മൾ മെത്തൽ കിടന്നിട്ട് അങ്ങ് ശീലിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ സൂചിച്ചു പോകില്ല. തിന്ന് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ തന്നെ ഒരു തീങ്കുത്തുണ്ടാകുമല്ലോ. അപ്പോൾ ഇതങ്ങോട്ട് മാറുന്നു. നമ്മൾ പായ കിടന്നുറങ്ങുന്നു, പാട്ടില്ല, ഒരു കുന്തവും ഇല്ല. നിധിദ്വീപ് എന്ന് പറയുന്ന ഒരു പുസ്തകം കിട്ടുന്നു, R.L. സ്റ്റീവൻസൻ്റെ. എഴുമറ്റൂർ രാജരാജവർമ്മ വിവർത്തനം ചെയ്ത സംഗ്രഹീത പുനരാഖ്യാനമാണ്. ഇതെങ്ങനെയോ എന്നെ വായന പിടിച്ച് തള്ളിയിട്ടു. ആ തള്ളിയിട്ടത് മറ്റൊരു ബാധ്യവുമില്ല. ബോറടി മാറ്റാനായിട്ട് മൊബൈലില്ല, യാതൊരു തരത്തിലുള്ള ആനന്ദോപാധികളും ഇല്ലാത്ത ഒരു കാലത്ത് TV ഇല്ല, റേഡിയോ ഇല്ല, ഒരു പാട്ട് കേൾക്കാൻ നിർവാഹമില്ലാത്ത ഒരു പയ്യനെ സംബന്ധിച്ചിടത്തോളം എഴുമറ്റൂർ രാജരാജവർമ്മയെങ്കിൽ എഴുമറ്റൂർ രാജരാജവർമ്മ എന്ന് പറഞ്ഞ് കൊടുത്തതാണ്. പക്ഷേ ഒരു പ്രത്യേക പോയിന്റിൽ അതെന്നെ പിടിച്ചൊരു ചുഴിക്കകത്ത് ഇടുന്ന പോലെ കിട്ടും. ഈ പറഞ്ഞ പോലെ ഈ സ്മഗ്ലറും എഴുമറ്റൂർ രാജരാജവർമ്മയും എല്ലാം കൂടെ തുടങ്ങിയ സാധനം പതിയെ ഷെർലക് ഹോംസിലെത്തി. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയപ്പോൾ ഷെർലക് ഹോംസിനെ വായിക്കാൻ തുടങ്ങി. ഈ ഷെർലക് ഹോംസും നമ്മളെ തൃപ്തിപ്പെടുത്താതാകുന്ന ഒരു ഘട്ടം വരും. നമ്മൾ വായിച്ച് പോകുമ്പോൾ നമ്മൾ പണ്ടത്തെ കളിക്കുടുക്ക അതേ സ്പിരിറ്റിലല്ലല്ലോ പിന്നീട് നമ്മൾ വായിക്കുക. അപ്പോൾ നമ്മുടെ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശീലിക്കും. നമ്മൾ ഭക്ഷണം കഴിച്ച് കേരളത്തിലെ മുഴുവൻ ഹോട്ടലുകളും കയറി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എവിടെ നല്ല നമ്മുടെ രുചിക്കുള്ള ഭക്ഷണം എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇത് കണ്ടെത്തലാണ്. നമ്മുടെ രുചി എന്ന് പറയുന്ന മറ്റാരും നിർണ്ണയിക്കുന്ന ഒരു സാധനമല്ല. നമുക്ക് എന്തോ ഒരു ധർമ്മം നിർവഹിക്കാനുണ്ട് ആ പുസ്തകം എന്നുണ്ടെങ്കിൽ നമ്മളത് ആസ്വദിക്കും. നമ്മളെ ഇന്ന് രസിപ്പിച്ച പുസ്തകം നാളെ രസിപ്പിക്കണമെന്നില്ല. മറ്റന്നാൾ ചിലപ്പോൾ അത് രസിപ്പിക്കുകയും ചെയ്യാം. നമ്മൾ ഇന്ന് രസിച്ചതിനേക്കാൾ ഭയങ്കരമായിട്ട് 10 വർഷം കഴിഞ്ഞിട്ട് രസിക്കുന്ന പുസ്തകങ്ങളും ഉണ്ടായെന്നിരിക്കാം. ഇതൊക്കെ ഡിപ്പെൻസ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ടേസ്റ്റിൻ്റെ യാത്രയിൽ നമ്മൾ മുന്നേറുക. നമ്മളതിനകത്ത് രസം പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിനകത്ത് തുടരുക. ഒരു മനുഷ്യനെ നിങ്ങൾ നിർബന്ധിപ്പിച്ച് വായിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയോ ചെയ്യരുത്. അങ്ങനെ നമുക്ക് അതിൻ്റെ രസം കിട്ടത്തില്ല. കാരണം ചില ആൾക്കാർ ചില രുചികളിൽ പോവുക. ക്രിക്കറ്റ് കളിക്കാരനെ ഒരിക്കലും ഫുട്ബോൾ കളിക്കാരനാക്കരുത് എന്ന് പറയുന്നത് പോലെ വായനയിലേക്ക് തന്നെ വീണോളും. പ്രേരണകളൊക്കെ ചെലുത്താം, ചില സ്വാധീനങ്ങളൊക്കെ ചെലുത്താം എന്നുള്ളതിൽ കവിഞ്ഞിട്ട് മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല.